ശ്രീ CR രാധാകൃഷ്ണൻ, അതായത് ഓരോ ദിവസവും കയറ്റിവിടേണ്ടവരുടെ എണ്ണം ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു. 70,000 വിർച്വൽ, അല്ലാതെ 20,000 സ്പോട്ട് ബുക്കിംഗ്. അങ്ങനെ കണക്ക് തീരുമാനിച്ചാൽ അതിനർത്ഥം ഞങ്ങൾ ഇത്ര പേരെ ഉൾക്കൊള്ളാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ്. എന്നിട്ടെന്തിനാണ് അനിയന്ത്രിതം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? അല്ല, അത് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞത്, ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങിച്ചിട്ടാണ് 70,000 വെർച്വൽ ക്യൂവും 20,000 സ്പോട്ട് ബുക്കിങ്ങും കഴിഞ്ഞ വർഷവും അതിൻ്റെ അങ്ങേ വർഷമൊക്കെ അറേഞ്ച് ചെയ്ത്. അപ്പോൾ ഇവിടെ അതല്ലല്ലോ വിഷയം. ഇവിടെ ഈ ക്യൂ സംവിധാനം വരുന്ന എവിടെയാണ്? മരക്കൂട്ടത്തുനിന്നും ശബരിമലയ്ക്കുള്ള ആ പാതയിലാണ്, 2 സ്ഥലത്താണ് ഇത്രയും പ്രശ്നങ്ങളുള്ളത്. അവിടെ വരുന്നത് അയ്യപ്പന്മാർ തടയപ്പെടുമ്പോൾ ഈ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന അയ്യപ്പന്മാർ കാട്ടിലൂടെ കയറിയിട്ട് ഏതൊക്കെയോ വളഞ്ഞ വഴികളിലൂടെ അവർ സന്നിധാനത്തെത്തും. അപ്പോൾ അവിടെ വലിയ പ്രശ്നമായി. ഇത്തരം കാര്യങ്ങൾ വളരെ മുൻകൂട്ടി അറേഞ്ച് ചെയ്യുകയും അങ്ങനെ പോകാതെ ശ്രദ്ധിക്കുകയും ചെയ്ത് അതുണ്ടാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, 1,10,000 20,000 പേരവിടെ വന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കാനും കാണാനും ആളില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഇവിടെ നിലയ്ക്കൽ ഈ ആളിനെ തടഞ്ഞിട്ടിരിക്കുന്നു. നിലയ്ക്കൽ സൗകര്യങ്ങളില്ല. നിലയ്ക്കൽ സൗകര്യങ്ങളുടെ ആളുകൾ അവിടെ നിന്നോളും. അവരുടെ വണ്ടി പാർക്ക് ചെയ്യാനും അവർക്ക് ആഹാരം കഴിക്കാനും അവർക്ക് താമസിക്കാനും ഉള്ള സൗകര്യം നിലയ്ക്കൽ ഒരുക്കിയാൽ ഭക്തജനങ്ങൾക്ക് ഒരു പരാതിയും പറത്തില്ല. ശബരിമലയ്ക്ക് പോകാൻ വരട്ടെ, അടുത്ത ദിവസമേ പറ്റുള്ളൂ. അവിടെ ഭക്തജനങ്ങൾ കുറേ ഉണ്ട്. അവർ തൊഴുതിറങ്ങുമ്പോൾ നിങ്ങളെ കടത്തി വിടാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഫെസിലിറ്റി ഉണ്ട്, അവരവിടെ നിൽക്കും. അവരാരും ഈ തീർത്ഥാടനത്തിന് വരുന്നവരൊക്കെ പുറത്തുനിന്ന് വരുന്നവർ ഒരു മാസം. വേറൊരു പ്രശ്നം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ 5,000 പേരെ കയറ്റി വിട്ടാൽ മതി തിങ്കളാഴ്ച വരെ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ സ്പോട്ട് ബുക്കിങ്ങിന് വരുന്നവർ 5,000-നുള്ളിൽ പെടുമോ എന്ന് കരുതിയല്ലല്ലോ വരുന്നത്. അവർ അതിൽ കൂടുതൽ എത്താം. അതാണ് ഇപ്പോൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനിയുമേറെ ഭക്തർ വരും. അപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് നിലയ്ക്കലാണ്, പമ്പയിലാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ നിലയ്ക്കലാണ് സ്പോട്ട് ബുക്കിംഗെങ്കിൽ തീർച്ചയായും അവിടെ ഭക്തജനങ്ങൾ സൗകര്യമുണ്ടായിരുന്നു. ഈ മാസ്റ്റർ പ്ലാൻ കറക്റ്റായിട്ട് ഇപ്പോൾ 17 വർഷമായി. 5 വർഷത്തെ ആ പ്ലാൻ അവിടെ നടന്നിട്ട് അവിടെ ടൗൺഷിപ്പ് ആവുമായിരുന്നു. ഭക്തജനങ്ങൾ പലയിടത്തുനിന്നും പുറത്തു വരുന്ന 1 മാസം 2 മാസം അവരുടെ തീർത്ഥാടനം. അവർക്ക് ഒരു തിരക്കുമില്ല. അവർക്ക് ശബരിമലയിൽ നിന്ന് പിറ്റേന്ന് ഓടിപ്പോകണം. നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് പിറ്റേന്ന് വീട്ടിൽ പോകണമെന്ന് പറയുന്നത്. പക്ഷേ അവർ വരില്ല. അവരവിടെ തങ്ങാനുള്ള സൗകര്യം അവിടെ നിന്നോളും. പക്ഷേ അവർക്ക് അവിടെയും സൗകര്യമില്ല, വെള്ളമില്ല, വെളിച്ചം. ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞ് വളരെ ശരിയാണ്. പക്ഷേ സാർ, ഈ ഫെസ്റ്റിവൽ കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ബില്ലുകൾ, കാരണം കഴിഞ്ഞ ഒരു 15 വർഷത്തിന് മുമ്പാണ് കൺകറൻ്റ് ആഡിറ്റ് വെച്ചിട്ട് അവിടെ ചിലവ് കണക്ക് പരിശോധിച്ചത്. അപ്പോൾ അതനുസരിച്ച് 2023 ചിലവ് നമുക്ക് 52 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ 142 കോടി രൂപയായി. 3 ഇരട്ടി 4 ഇരട്ടി. അപ്പോൾ അവിടെ ശൗചാലയം വൃത്തിയാക്കുന്നതിന് 3-4 കോടി രൂപയുടെ ബില്ല് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ബയോ ടോയ്ലറ്റുകൾക്ക് ഓരോ വർഷവും കോടികളുടെ ബില്ല് കൂടുന്നുണ്ട്. ഇതെല്ലാം ബില്ലുകൾ വരുന്നുണ്ട്. ഇതെല്ലാം ശബരിമല വരുമാനത്തിൽ നിന്ന് ഇതുപോലുള്ള പേയ്മെൻറ്റുകളും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുസ്യൂതം നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കയ്യിലില്ല എന്നുള്ളതേ ഉള്ളൂ. വാട്ടർ ബില്ലിൽ വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കേണ്ട കോടികളാണ്, കറണ്ടിന് കാലത്ത് കൊടുക്കുന്ന കോടികളാണ്. ഇതൊക്കെ വളരെ അനുസ്യൂതം, ഒരു നിയന്ത്രണവും ഇല്ലാതെ ഈ ഒരു 3 വർഷത്തിന് മുമ്പുള്ള ചിലവിൻ്റെ 5 ഇരട്ടി ചിലവാണ് ഇപ്പോൾ ഈ കാര്യത്തിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ പ്രയോഗത്തിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ആരെന്ന് വളരെ വിശദമായി പരിശോധിക്കണം. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ, കാരണം എൻ്റെ അനുഭവത്തിൽ പറയും, ഈ 18 വർഷം കൊണ്ട് ചെയ്യേണ്ട മാസ്റ്റർ പ്ലാൻ കമ്മിറ്റി അവരുടെ പണികൾ ചെയ്തിട്ടില്ല. പുറത്തുനിന്ന് ഡെപ്യൂട്ടേഷൻ വന്ന ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ. വാസ്തവത്തിൽ ഇവിടെയുള്ള ഈ ഭരണ സംവിധാനം, ഈ ശബരിമല ധർമ്മശാസ്ത്ര ഒരു മൈനറാണ്. ബഹുമാനപ്പെട്ട കോടതിക്ക് അതിന് രക്ഷകർത്തൃത്വം ഉള്ളതാണ്. ഇവർ ഈ സംവിധാനം ഒന്ന് പിരിച്ചു വിട്ടിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ അല്ലെങ്കിൽ കോടതി നിരീക്ഷണത്തിൽ ഒരു സമിതി ഒരു 5 വർഷത്തേക്ക് ഇത് ഭരിച്ചാൽ ഈ സ്ഥാപനം നേരെയാവുന്ന, ഈ ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥാപനം നേരെയാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ, കാരണം എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് പല വഴി കൂടെ ഇവിടെ നോക്കിയത്, ഇതൊക്കെ പരാജയപ്പെട്ടു. ബഹുമാനപ്പെട്ട കോടതിയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ മാസ്റ്റർ പ്ലാൻ കമ്മിറ്റി. അത് അതിവിദഗ്ധന്മാരായ ആളുകളാണ്. അന്ന് പലരും പറഞ്ഞു, അത് ഈ തുടങ്ങിയ കാലത്ത് 2008 തുടങ്ങിയ കാലത്ത് പലരും പറഞ്ഞു നമുക്ക് ശ്രീധരൻ സാറിനെ ഏൽപ്പിക്കാം. അപ്പോൾ അതില്ല, അത് വേറെ ആളുകൾ വന്നു. അപ്പോൾ ഓരോ താല്പര്യക്കാർ വന്നു. അപ്പോൾ അതെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ്. കാശ് ചെലവിന് ഒരു കുറവുമില്ല, സൗകര്യങ്ങൾ ഇല്ലതാനും. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആര് നിയന്ത്രിക്കും, എന്ത് ചെയ്യുമെന്ന് വളരെ വളരെ ഗൗരവമായ ചിന്തയും ചർച്ചയും ഇതിനാവശ്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഈ ബോർഡ് ഭരണ സംവിധാനം ഒന്ന് മാറ്റിയിട്ട്
ഒരു ബഹുമാനപ്പെട്ട കോടതിയുടെ കോടതിക്ക് ഒരുപാട് നിയന്ത്രണാധികാരങ്ങളുള്ള സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയെ ഒരു 4-5 വർഷത്തേക്ക് ഈ സ്ഥാപനത്തിനൊരു അച്ചടക്കവും ഒരു നിയന്ത്രണവും വരുന്നവരെ വച്ചാൽ വളരെ ഉചിതമായിരിക്കും. ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി.